നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവരും പല വഴിക്കായി ഓടി രക്ഷപ്പെട്ടു. അവിടെ നിന്നിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് തല പോയേനെ, അത് ഉറപ്പാ. ഭഗവതിയുടെ ശക്തി പറഞ്ഞ ഇവർക്ക് വല്ലതും മനസ്സിലാവൂ? എനിക്ക് അസുഖം കൂടുന്നെങ്കിൽ കൂടട്ടെ എന്ന് അവർ കരുതൂ. അതിനുള്ള എന്ത് മാർഗം അവർ നോക്കും. എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു ദുഷ്ടതരം കാണിക്കല്? വേറെ ഏത് വീട്ടിൽ ഈ ഒരു അസുഖം വന്നാലും ആൾക്കാർക്ക് കുറച്ചെങ്കിലും പേടി കാണില്ലേ? വെറുതെ അല്ല ഏട്ടൻ പറയുന്നത് മനുഷ്യജന്മങ്ങളല്ലെന്ന്. വേണ്ട ആരതി, ആരതി ഇനിയൊന്നും പറയണ്ട. അവരാരെങ്കിലും കേട്ടാലേ ആരതിയോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയും. പിന്നെ ഈ അവസ്ഥയിൽ ഞാൻ തനിച്ചായിപ്പോവും. ഞാൻ ആരോടും ചോദിക്കാനും പറയാനും ഒന്നും നിൽക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, ഇനി അങ്ങനെയുള്ള ഒരു അഭ്യാസം അവര് കാണിക്കില്ല. അത്രയ്ക്ക് പേടിച്ചിട്ടുണ്ട്. പൊറുക്കാൻ വയ്യാത്ത കാര്യങ്ങളായതുകൊണ്ട് ഭഗവതി മണിയേട്ടന്റെ ദേഹത്ത് പ്രത്യക്ഷപ്പെട്ടില്ലേ? അതിനർത്ഥം ആ ഭഗവതി നിനക്ക് കാവലുണ്ടെന്നാ. ആ ഭഗവതി നിന്നെ കാത്തു രക്ഷിച്ചോളൂ. എന്റെ താന്നിയൊരമ്മ എന്നെ കൈവിടില്ല, അതെനിക്ക് ഉറപ്പാ. എന്നാലും എനിക്ക് വേദനയ്ക്കൊന്ന് മാറ്റി തന്നാ മതിയായിരുന്നു. നീ കിടന്നോ, ഏട്ടൻ വരുമ്പോഴേ ഞാൻ വിളിക്കാം. മണി 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 എഴുന്നില്ലേ? അയ്യോ അയ്യോ, എന്തു പറ്റി? എന്തേ കാണിക്കുന്നേ? സാറേ, പറഞ്ഞിട്ട് കേൾക്കാതെ അവരെല്ലാം കൂടെ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തു. അതും ചിക്കനും മട്ടനും ഒക്കെ. കഴിക്കല്ലേ കഴിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവര് കേട്ടില്ല. പിന്നെ ഞാനൊരു പണി ചെയ്തു. എന്ത്? ഞാൻ അടുക്കളയിൽ ചെന്ന് വാക്കത്തി എടുത്തിട്ട് മധുരകാളി തുള്ളും പോലെ തുള്ളി, എന്നിട്ട് എല്ലാവരെയും പേടിപ്പിച്ച് എല്ലാത്തിനെയും ഓടിച്ചു വിട്ടു. കൈ കിട്ടിയ ഭക്ഷണം മൊത്തം വലിച്ചെറിഞ്ഞു. എന്നെ എല്ലാവരും കൂടി കൊല്ലും സാറേ. തന്നെ ഇവിടെ ആരും ഒന്നും ചെയ്യില്ല. നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ. ഇതൊക്കെ ഞാനിപ്പോ തന്നെ വൃത്തിയായിക്കോളാം സാറേ. സാറൊരു കാര്യം ചെയ്യണം, എല്ലാവരോടും കുറച്ചുകൂടി നന്നായിട്ട് പെരുമാറാൻ പറയണം. സാറേ, എന്നെ ചീത്ത പറയുകയോ തല്ലുകയോ എന്ത് വേണോ ചെയ്തോട്ടെ, പക്ഷേ നന്ദിനിയോട് ഇത്ര ക്രൂരത കാണിക്കില്ലെന്ന് പറ സാറേ. സുഖമില്ലാണ്ട് കിടക്കയില്ലേ? അതൊന്നും പറഞ്ഞാ ഇവിടെ ആർക്കും മനസ്സിലാവില്ലടോ. അതൊക്കെ പോട്ടെ, തന്നെ ആരാ തല്ലിയത്? അയ്യോ, അത് വിട് സാറേ. തന്നെ ആരാ തല്ലിയെന്നാ ഞാൻ ചോദിച്ചത്. വേദ മേഡമാണ് സാറേ. പുറത്ത് ഫുഡ് കൊണ്ടുവന്ന ആളോട് ഞാനിവിടെ ആരും ഓർഡർ ചെയ്തിട്ടില്ല, തിരിച്ചു കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അതിന്റെ ദേഷ്യത്തിനാ. സാറിത് ചോദിക്കാനൊന്നും നിൽക്കണ്ട. ഇല്ല, ചോദിക്കുന്നില്ല. താങ്ക്സ് മണി. ഇന്നലെ വന്നു കയറിയ തനിക്കുള്ള മനുഷ്യത്വം പോലും എൻ്റെ കുടുംബക്കാർ കാണിക്കുന്നില്ല. തനിക്കത് തോന്നിയല്ലോ, താങ്ക്സ്. രാജുവേട്ടന് പകരക്കാരനായി ഞാനിവിടെ വന്നു കയറിയത് മുതൽ നന്ദിനി എന്നോട് പെരുമാറുന്നത് അങ്ങനെയാ സാറേ. ആ കൊച്ചിനൊരു ബുദ്ധിമുട്ട് വരുമ്പോ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്യണ്ടേ? അതിന്റെ പേരിൽ എന്റെ പണി പോയാലും കുഴപ്പമില്ല സാറേ. ശരി, ഞാനിപ്പോ വരാം.
വേദന